ഇന്ന് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 4 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയൊന്നുമല്ല, ഒരു ഇടത്തരം തക്കാളിയാണ്. ഇത് കഴുകി കഷ്ണങ്ങളാക്കി എടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്താൽ മതി. അത് ചൂടായി വരുമ്പോൾ ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഞാൻ ചേർത്തിട്ടുള്ളൂ. അതൊന്ന് മൂത്ത് വരട്ടെ. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 15 എടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ, മൂത്ത് വരേണ്ട ആവശ്യമില്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് ഇതായി കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. എരിവിന് വേണ്ടിയാണ് ഞാൻ ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി എരിവ് കുറഞ്ഞതാണ്. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ മുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൽ കിടന്ന് ഒന്നും കൂടെ അത് നല്ലപോലെ അലിഞ്ഞ് വെന്ത് കിട്ടട്ടെ. 1 മിനിറ്റ് ഇത് നല്ലപോലെ ഒന്ന് ആയി കിട്ടട്ടെ. ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവ ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാനൊരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കൂടുതൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്താൽ നല്ല ടേസ്റ്റാട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമുക്ക് തീ ഓഫാക്കി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. എരിവൊന്നും കൂടുതലില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.